നമ്മൾ ഇന്ത്യ ന്യൂസിലാൻഡ് മൂന്നാം ഏകദിന മത്സരത്തിലെ സാധ്യതകളെക്കുറിച്ചും ഇൻഡോറിലെ മുൻകാല ചരിത്രത്തെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൊരു കമൻറ്റ് ലഭിച്ചിരുന്നു. നമ്മളെ വീഡിയോയിലെ വിവരണം വളരെ നല്ല രീതിയിലുള്ളതാണ് എന്ന തരത്തിലൊക്കെ ഒരു കമൻറ്റ് നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രത്യക്ഷത്തിന് നിങ്ങൾക്ക് ആരാധകർ കുറവാണ് എന്നുള്ള തരത്തിലുള്ളൊരു കമൻറ്റും കണ്ടിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള കമൻറ്റുകൾ ലഭിക്കുന്നത് നമുക്ക് വലിയ പ്രചോദനമാണ്. അത് മാത്രമല്ല, ക്രിക്കറ്റിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമുക്ക് ഒരു ആവേശം തരുന്നൊരു കാര്യം കൂടി തന്നെയാണ്. എന്തായാലും നമ്മൾ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരു ആരാധകരുടെ ഒരു വേർഷനിൽ ഒരു ആരാധകർ എന്ന രീതിയിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു വിദഗ്ധമായിട്ടുള്ള അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു എക്സ്പേർട്ട് എന്ന രീതിയിലേക്ക് പോകാതെ ആരാധകരുടെ ഒരു വേർഷനൊക്കെ വെച്ച് ആ ഒരു രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് പലപ്പോഴും. എന്തായാലും ആരാധകരെ സംബന്ധിച്ച് ഇനിയും കമന്റുകൾ, ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച്, ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇനിയും ഒരുപാട് കമന്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അത്തരം കമന്റുകളിലൂടെയാണ് നമുക്ക് പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നതും. നേരത്തെ നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ സംസാരിക്കുന്നതോടൊപ്പം തന്നെ ആരാധകരുടെ ഒരു കമന്റും കൂടി വരുന്ന സമയത്താണ് ഈ ചർച്ച പൂർത്തിയാകുന്നത് എന്ന തരത്തില്. എന്തായാലും അത്തരത്തിലുള്ള കമന്റുകൾ വരുന്നത് സന്തോഷമുള്ള കാര്യമാണ്. തുടർന്നും നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റായിട്ട് നമ്മളെ അറിയിക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇത് ചെയ്യാനും അതിനകത്ത് നമുക്കൊരു കൂടുതലൊരു സംതൃപ്തി ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കമന്റുകൾ ലഭിക്കുക എന്നുള്ളത്. എന്തായാലും നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. ഇൻഡോറിലെ ഈ മൈതാനം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചൊരു ഭാഗ്യ മൈതാനമാണ്. ഇവിടെ കളിച്ച 7 മത്സരങ്ങളിൽ 7ലും ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്. വമ്പന്മാരായിട്ടുള്ള ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ ടീമുകളൊക്കെ ഇന്ത്യ തോൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ന്യൂസിലാൻഡിനെതിരെ ഇവിടെ കളിച്ച ഒരു മത്സരത്തിലും ഇന്ത്യ നല്ല രീതിയിലുള്ള ഒരു വിജയം നേടിയിട്ടുണ്ട്. അതൊരു കാര്യം. ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ച്, അതായത് ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ച് ഒരു ഭാഗ്യവേദിയാണ് ഇൻഡോർ എന്ന് നമ്മൾ പറയാം. നമ്മൾ അഹമ്മദാബാദ് ഗില്ലിന്റെ ഒരു ഭാഗ്യവേദിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏകദിനത്തിലേക്ക് വരുന്ന സമയത്ത് 2 മത്സരങ്ങൾ ഇവിടെ കളിച്ച ഗില്ലിന് 2 മത്സരങ്ങളിലും സെഞ്ചുറി നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. സമീപകാലത്ത് പല വിമർശനങ്ങളും കേൾക്കുന്ന ഗില്ല് 2 അർദ്ധ സെഞ്ചുറികളുമായിട്ട് മികച്ച ഫോമിലാണുള്ളത്. ഗില്ലിന് സെഞ്ചുറി നേടാൻ കഴിയുമോ എന്നുള്ളൊരു പ്രതീക്ഷയും നമുക്കുണ്ട്. അതോടൊപ്പം വിരാട് കോഹ്ലി ഇവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടില്ല. 5 മത്സരങ്ങൾ കളിച്ച് 99 റൺസാണ് നേടിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇൻഡോറിലെ ആ ഒരു ഭൂതം ഇത്തവണ കോഹ്ലിനെ പിടിക്കുമോ എന്നുള്ള ഇതും കൂടി നമ്മൾ കാണേണ്ടതാണ്. രോഹിത് ശർമ്മയുടെ കാര്യം നമ്മൾ പറയുന്നത്. അതെ, രോഹിത് ശർമ്മയും ഇവിടെ നല്ല റെക്കോർഡുള്ള താരമാണ്. 200 റൺ നേടിയിട്ടുണ്ട്. റൺവേട്ടയിൽ 3ാം സ്ഥാനത്താണ്. വീരേന്ദ്ര സെവാഗ് ഡബിൾ സെഞ്ചുറി നേടിയ ഗ്രൗണ്ടാണ്. ഇന്ത്യ 418 റൺ അടിച്ച ഗ്രൗണ്ടാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെ. ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ 399 അടിച്ച ഗ്രൗണ്ടാണ്. അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഇന്ത്യയുടെ ഒരു ഭാഗ്യ മൈതാനം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മത്സരം വരുമ്പോൾ നിലവിലുള്ള ന്യൂസിലാൻഡിനെതിരെ ചില കാര്യങ്ങൾ ഇന്ത്യ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ. ഈ പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് പറ്റിയത്. നമ്മുടെ ബാറ്റിങ്ങിൽ ചെറിയൊരു വീഴ്ച പറ്റി. പക്ഷേ ന്യൂസിലാൻഡ് നന്നായിട്ട് ബാറ്റ് ചെയ്തു. ഒരു ബാറ്റിങ്ങിൻ്റെ ഒരു പ്രതീക്ഷ പോലത്തെ വേദിയിലേക്ക് മത്സരത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് കരുതിയിരിക്കേണ്ടതുണ്ട്. കാരണം ടൈറി മിച്ചലിൻ്റെ താരം നമുക്കറിയാം, അദ്ദേഹം കളിക്കുന്ന രീതി, ഇന്ത്യക്കെതിരെ അദ്ദേഹം കളിക്കുന്ന രീതി നമുക്കറിയാം. അങ്ങനെ വില്ലിംഗ് ആയാലും പിന്നെ ന്യൂസിലാൻഡ് നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന താരങ്ങളാണ് ഇപ്പം നിലവിലെ ടീമിലുള്ളത്. അപ്പം അങ്ങനെയുള്ള ടീമുകളാണ് നമ്മളിപ്പോൾ ഏറ്റുമുട്ടുന്നത്. നേരത്തെ നമ്മൾ കളിച്ചത് അങ്ങനെ തന്നെയായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇൻഡോറിൽ കളിച്ച മറ്റു മത്സരങ്ങളൊന്നും മോശം ടീമിനോടായിരുന്നില്ല. മികച്ച റെക്കോർഡ് നേടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഗില്ലായാലും സെവാഗായാലും പിന്നെ രോഹിത് ആയാലും നന്നായിട്ട് ബാറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ കളിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എതിരാളികൾ കൂടി കരുതിയിരിക്കണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമുക്ക് ബോളിംഗ് നിരയിൽ കഴിഞ്ഞ ദിവസം നമുക്ക് പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു നമുക്ക് പറ്റിയ വീഴ്ചകൾ. അതിൽ നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മൾ പിന്നെ ഡാരി വിച്ചലെ വീഴ്ത്തേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. കാരണം അവർ ടോപ്പ് ഓർഡറിൽ നന്നായിട്ട് കളിക്കാൻ വേണ്ടി അവർക്ക് പറ്റുന്നുണ്ട്. മധ്യനിരയിലും നല്ല രീതിയിൽ അവർ കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടീമിന് ഇവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കും നിലവിലെ ഇന്ത്യയുടെ ബോളിംഗ് വെച്ച് നോക്കുമ്പോൾ. ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ നമുക്ക് പറഞ്ഞ ആശങ്കകൾ, വലിയൊരു ആശങ്കകളില്ല എന്ന് തന്നെ വീണ്ടും പറയേണ്ടി വരും. പക്ഷേ കഴിഞ്ഞ ദിവസത്തിൽ ശ്രേയസ് അയ്യറിനും വിരാട് കോഹ്ലിക്കും പെട്ടെന്ന് വീണത് അതാണ് നമുക്ക് തിരിച്ചടിയത്. ഈ പറഞ്ഞ പോലെ വിരാട് കോഹ്ലിക്ക് വീണ്ടും ഒരു ദുർബോധത്തിന് വെച്ചാണ് നമ്മൾ പറയേണ്ടി വരും. പക്ഷേ അദ്ദേഹം നമുക്കറിയാം വിരാട് കോഹ്ലിയാണ്. അങ്ങനെ ഒരു പിച്ചിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് കളക്കാൻ വേണ്ടി പറ്റില്ല. വിരാട് കോഹ്ലി തിരിച്ചു വന്നേക്കാം. പക്ഷേ കഴിഞ്ഞ ദിവസത്തിൽ പറ്റിയ പോലെ വീണ്ടും ഒന്ന് പോയി കഴിഞ്ഞാൽ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. വീണ്ടും ഒരു കോഹ്ലിയും ഫോം ഔട്ടോ എന്ന് പറയും. പക്ഷേ രോഹിത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ 5 മത്സരങ്ങളിൽ 200 റൺസ് വന്നിട്ടുണ്ട്. അപ്പം രോഹിത്ത് തിരിച്ചു വരാനുള്ളൊരു രീതി. രോഹിത്താണ് കഴിഞ്ഞ 2 മത്സരങ്ങളായിട്ടൊന്ന് മങ്ങി കൂടുതൽ പിന്നെ വിരാട് കോഹ്ലി അപേക്ഷിച്ച് കുറച്ചും കൂടി മോശം പ്രകടനം നടത്തിയത്. അപ്പം രോഹിത് ശർമ്മ തിരിച്ചെത്തിയാൽ നമുക്കത് അനുകൂലമാണ്. ഗില്ലിൻ്റെ കേസ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഗില്ല് നമുക്കറിയാം T20 ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ട് അല്ലെങ്കിൽ ഒരു മോശാവസ്ഥയിലൂടെ കടന്നു വന്ന് ഏകദിനത്തിൽ നന്നായിട്ട് കളിക്കുന്നു. കഴിഞ്ഞ ദിവസത്തിൽ ഉൾപ്പെടെ നന്നായിട്ട് കളി തുടങ്ങുന്ന ഒരു പിന്നെ ഓപ്പണറായിട്ട് മാറിയിട്ടുണ്ട്. നായകൻ മുന്നിൽ നയിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു സെഞ്ചുറി, ഇൻഡോറിലൊരു ഹാട്രിക് സെഞ്ചുറി വെക്കാൻ വേണ്ടി താരത്തിന് പറ്റുമോ എന്നുള്ളതാണ്. അത് നമ്മൾ ഈ വിരാട് കോഹ്ലിയുടെ നിരാശ പറയുമ്പോൾ തന്നെ ബാക്കിയുള്ള അനുകൂല ഘടകങ്ങൾ നമുക്ക് വരുന്നുണ്ട്.
അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഒരു ബാറ്റിംഗ് പിച്ചിലേക്ക് ശ്രേയസ് അയ്യർ വീണ്ടും എത്തുമ്പോൾ കഴിഞ്ഞ മത്സരത്തിലാണ് ശ്രേയസ് അയ്യർ ഒന്ന് പിഴച്ചു പോയത്, അല്ലെങ്കിൽ ഒന്ന് പിന്നെ അധികം ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്താൻ പറ്റാത്ത പോയത്. ആദ്യ മത്സരത്തിൽ അദ്ദേഹം നന്നായി കളിച്ചിരുന്നു. അപ്പം ശ്രേയസിന് ഫോം ഔട്ടൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ശ്രേയസിനെ പോലെ താരം ഇത്ര നല്ലൊരു പിച്ചിലേക്ക് എത്തുമ്പോൾ ബാറ്റിലേക്ക് നന്നായിട്ട് ബോൾ വരുന്നത് ഷോർട്ട് ബൗണ്ടറി ഉള്ള ഒരു പിച്ചാണ്. അപ്പം ശ്രേയസിന് തിളങ്ങാൻ വേണ്ടി പറ്റിയാൽ യാതൊരു ആശങ്കയിലാണ് വലിയ സ്കോറിലേക്ക് പോകാൻ വേണ്ടി പറ്റും. നമ്മൾ പറഞ്ഞ 410 സ്കോർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഗ്രൗണ്ടിൽ. പിന്നെ കെ എൽ രാഹുലാണുള്ളത്. കെ എൽ രാഹുൽ നമുക്കൊരു സംശയമില്ല, ഒരു പിന്നെ ഘട്ടങ്ങളിലെല്ലാം രക്ഷകനായി മാറുന്നൊരു താരമാണ്. അദ്ദേഹത്തിൻ്റെ സ്കോറിംഗ് നമുക്കറിയാം. ഏത് റോളിലായാലും പിന്നെ പ്ലേയിങ് ലെവലിൽ ഏത് നമ്പറിൽ കൊടുത്താലും എന്താണോ എടുക്കാൻ പറയുന്നത് പണിയത് കൃത്യമായി എടുക്കുന്ന താരം. ടീമിന് എന്താണോ വേണ്ടതെന്നുള്ളതാണ് കെ എൽ രാഹുലിൻ്റെ ഒരു റോള്. രാഹുലിനോട് തിളങ്ങാൻ വേണ്ടി പറ്റും. ജഡേജയാണ്. ജഡേജയുടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പിന്നെ ബാറ്റിങ്ങിൽ കുറച്ചുകൂടി ഒന്ന് ഒരു സംഭാവന ചെയ്യേണ്ടതുണ്ടെന്ന്. ഇങ്ങനെ ഒരു പിച്ച് കിട്ടുമ്പോൾ ജഡേജയ്ക്കും ഫോം തെളിയിക്കാൻ വേണ്ടി പറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പം ബദോനി ആയാലും പിന്നെ നമ്മുടെ നിതീഷ് റെഡ്ഡി ആയാലും അങ്ങനെ വരുമ്പോൾ ഏത് താരങ്ങളായാലും നമുക്കൊരു ബാറ്റിംഗ് ഡെപ്തിലെ ടീം തന്നെയാണ്. നമുക്കറിയാം കഴിഞ്ഞ ഒന്ന് വീണ് പോയാൽ ഒന്നോ രണ്ടോ താരങ്ങൾ ഞാൻ വീണ്ടും പറയുന്നില്ല, ശ്രേയസ് അയ്യർ വീണ് പോയാൽ നട്ടലൊടിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ടീം പോകുന്നുണ്ട്. ബാക്കിയുള്ള താരങ്ങളൊക്കെ എങ്ങനെ വന്നാലും ശ്രേയസ് അയ്യറിൻ്റെ 4ാം നമ്പറിലാണ് ഞാൻ കുറച്ചും കൂടി പറയുന്നത്. അയ്യർ തിളങ്ങിയാൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം അപ്പുറം ഗില്ലോ ഇപ്പുറം രാഹുലോ ഏതെങ്കിലും ഒരു താരം ഉണ്ടാവുന്ന ഉറപ്പുണ്ട്. അത് രോഹിത് ആവാം, വിരാട് ആവാം, ആരാവാം. പക്ഷേ അയ്യറിനൊപ്പം ഒരു സ്കോർ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റിയ വലിയ പാർട്ണർഷിപ്പിലേക്ക് അല്ലെങ്കിൽ വലിയൊരു സ്കോറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. ശ്രേയസ് അയ്യർ തിരിച്ചു വന്നാൽ തന്നെ നമ്മൾ സെറ്റാവും. ഡെപ്ത് ബാറ്റിംഗ് 7-8 വരെ നമുക്കുണ്ട്, പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് ബൗളിങ്ങിലേക്ക് എത്തുമ്പോൾ ചില ആശങ്കകളുണ്ട്. നല്ല താരങ്ങളുണ്ട്, നല്ല ബോളർമാരാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ വിൻഡീസിൻ്റെ ബാറ്റിംഗ് നിര കുറച്ചും കൂടി നമ്മളെ ബോളിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി മുന്നിലാണ്. ഒരു എന്താ പറയേണ്ടത്, ചെറിയൊരു മുൻതൂക്കം ഉണ്ടെന്ന് പറയേണ്ടി വരും. അപ്പം അവരെ ഒന്ന് വീഴ്ത്താൻ ഈ ബാറ്റിംഗ് പിച്ചിലേക്ക് അവർ എത്തുമ്പോൾ അതിനൊരു ഇതുണ്ടല്ലോ. ബാറ്റിംഗ് നന്നായിട്ട് കളിക്കുന്ന ഒരു ടീം തന്നെയാണ് വരുന്നത്. അപ്പം വലിയ സ്കോർ ഇല്ലെങ്കിൽ പിന്നെ അതൊരു വീണ്ടും ഒരു സീരീസ് ഡിസൈഡർ പോലെ നമ്മൾ പറയും 3ാമത്തെ മത്സരം എന്ന് പറയുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് ഇൻഡോറിലേക്ക് വരുന്നത്. അപ്പോൾ ഒന്ന് കരുതിയിരിക്കേണ്ടത് ബോളിംഗ് നിര കുറച്ചും കൂടി കരുതിയിരിക്കേണ്ടതുണ്ട്. ബോളിംഗ് നിരയാണ് കുറച്ചും കൂടി മെച്ചപ്പെടുത്തേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. ഞാൻ ന്യൂസിലാൻഡ് എന്ന് പറയുന്ന ടീം ഇന്ത്യക്ക് ഉയർത്തുന്ന ചില ഭീഷണികളെ കുറിച്ചിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ നേരത്തെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞ് ഡാരൽ മിച്ചൽ എന്ന് പറഞ്ഞ ആ ഒരു പേര്. ഡാരൽ മിച്ചലിൻ്റെ ഒരു ഇപ്പോഴത്തെ നിലവിലെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ലോക ക്രിക്കറ്റിൽ ഇന്ത്യ വിരാടും അതുപോലെ തന്നെ രോഹിത്തും റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത്. രോഹിത്തിനും കോഹ്ലിക്കും ഇടയിലാണ് മുകളിലാണ് എന്ന് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ICCയുടെ ഒരു ഇതനുസരിച്ചിട്ട് എല്ലാ ആഴ്ചയിലെ റാങ്കിങ് വരുള്ളൂ. അപ്പം നിലവിൽ ഔദ്യോഗികമായിട്ട് റാങ്ക് എന്തായാലും മിച്ചലിന് കിട്ടില്ല. പോയിന്റ് വെച്ചിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ പറയാം മിച്ചൽ ഇപ്പോൾ കോഹ്ലി പെട്ടെന്ന് വന്നു ഉടനെ പോയി എന്നൊക്കെ പറയാം. പക്ഷെ ICCയുടെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് ഒരാഴ്ചത്തെ പെർഫോമൻസ് ആണ് നോക്കുന്നത്. അപ്പൊ നാളത്തെ പെർഫോമൻസ് അല്ലെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ അതിൽ മിച്ചലിന് 1ാം സ്ഥാനത്ത് എത്താൻ കഴിയണമെന്നില്ല. അപ്പൊ ടെക്നിക്കലി അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഒരു എന്താ പറയാ ഔദ്യോഗികമായിട്ട് മിച്ചൽ അല്ല 1ാം സ്ഥാനത്ത് എന്നുള്ളതാണ്. അപ്പൊ പക്ഷെ മിച്ചലിന്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യയിൽ അവസാനമായിട്ട് കളിച്ച 4 മത്സരങ്ങളിൽ 3ലും സെഞ്ചുറി അടിക്കുക എന്നുള്ള ഒരു പെർഫോമൻസ്. അതുപോലെ തന്നെ ഇന്ന് ലോക ഏകദിന ക്രിക്കറ്റിൽ ഇത്രയും മികച്ചൊരു മധ്യനിര ബാറ്റർ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം അത്രയും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് മിച്ചൽ കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് ആ ഒരു കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടുള്ള ഒരു സെഞ്ചുറി വന്നു. അതിന് മുമ്പൊരു എന്താ പറയുക ഒരു അർദ്ധ സെഞ്ചുറി വന്നു. അതുകൊണ്ട് തന്നെ മിച്ചലിനെതിരെ ഉള്ള തന്ത്രങ്ങൾ ഇന്ത്യ വളരെ കൃത്യമായിട്ട് മെനയേണ്ടതുണ്ട്. മിച്ചലിനെ എത്രത്തോളം കളിക്കാൻ വിടുന്നു അത്രത്തോളം ഇന്ത്യക്ക് തിരിച്ചടിയാകുന്ന ഒരു അപകടം സൃഷ്ടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു കാര്യം. 2, മിച്ചൽ വളരെ കൂളായിട്ടാണ് ഇന്ത്യൻ സ്പിന്നർമാരെ നേരിടുന്നത്. കഴിഞ്ഞ കളി കുൽദീപിനെതിരെ മിച്ചൽ അർദ്ധ സെഞ്ചുറി അടിച്ചു. മിച്ചൽ നേടിയ 52 റണ്ണും കുൽദീപിനെതിരെയാണ് 30. അപ്പൊ അവിടെ നമ്മൾ നോക്കണം, കുൽദീപിനെ പോലെ മധ്യനിര ഓവറുകൾ ഇന്ത്യ മധ്യനിര ഓവറുകൾക്കായിട്ട് വലിയ രീതിയിൽ ആശ്രയിക്കുന്ന ഒരു താരം ഡാരൽ മിച്ചലിനെതിരെ എത്രത്തോളം ഒരു ഫലപ്രദമായിട്ട് അല്ലെങ്കിൽ ഫലപ്രദമല്ല ആകുന്നില്ല എന്നുള്ളതാണ് നമ്മളവിടെ എടുത്തു പറയേണ്ടത്. അപ്പൊ മിച്ചൽ 2 ഘടകങ്ങളാണ് ഇവിടെ കൂടി കിടക്കുന്നത്. ഒന്ന് മിച്ചൽ എന്ന് പറയുന്ന ന്യൂസിലാൻഡിന്റെ മധ്യനിര താരവും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മധ്യ ഓവറുകളിലുള്ള പ്രകടനവും. ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനിൽ ഇപ്പൊ മിച്ചലിന് ഒരു തലയെടുപ്പ് ഉണ്ട്. അപ്പൊ അതിനെ വീഴ്ത്തണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നല്ല രീതിയിൽ തന്ത്രങ്ങൾ മെനയുന്നത്. രണ്ടാമതായിട്ട് അർദ്ധ അവസരങ്ങൾ പോലും നമ്മൾ മുതലാക്കണം. കഴിഞ്ഞ കളിയിൽ കുറെ മത്സരങ്ങൾ ക്യാച്ചുകളൊക്കെ വിടുന്ന
അപ്പൊ ആ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് ഇത് മധ്യ ഓവറുകളിൽ ഇന്ത്യക്ക് കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ പറ്റണം ന്യൂസിലാൻഡിനെ. അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് മിച്ചൽ എന്ന് പറയുന്ന ഒരു താരം അവിടെയുള്ള ഒരു ഇതുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ കഴിഞ്ഞ 2 മത്സരങ്ങളിലാണെങ്കിൽ പോലും കെയിൽ ജാമീസ് എന്ന് പറയുന്ന ഒരു വലിയ ഭീഷണി ന്യൂസിലാൻഡിന് എപ്പോഴും അവിടെ ന്യൂസിലാൻഡിന്റെ ടീമിലുണ്ട് ഇന്ത്യക്ക്. അത് ഒരിക്കലും ഒഴിയാത്ത തരത്തിലുള്ള ഒരു ഭീഷണിയായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു താരം ഒരുപാട് അപകടകാരിയായിട്ടുള്ള ഒരു ബൗളറാണ്. മാത്രമല്ല ഈ യുവതാരങ്ങൾ കാഴ്ചവെക്കുന്ന ക്രിസ്റ്റ്യൻ ക്ലർക്കിനെ പോലുള്ള പുതിയ അല്ലെങ്കിൽ പുതുമുഖ നമ്മൾ അധികം ചെയ്യാത്ത താരങ്ങൾ, എനിക്ക് തോന്നുന്നത് മറ്റേ ലെനോക്സ് എന്ന് പറഞ്ഞ ന്യൂസിലാൻഡ് താരം മുമ്പ് ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു. അപ്പൊ ആ തരത്തിലുള്ള താരങ്ങളൊക്കെ ഒരുപാട് ടീം ഇതിനകത്ത് ന്യൂസിലാൻഡിനകത്ത് ഉണ്ട്. അപ്പൊ അവര് പലരും ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ച ആളുകളാണ് കുറെ ആയിട്ട്, ചിലര് പുതുമുഖങ്ങളാണ്, ചെറിയ പ്രായമുള്ള യുവതാരങ്ങളാണ്. പക്ഷെ അവര് വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് ഒരു ടീം എന്ന രീതിയിൽ അവരുടെ കൃത്യമായിട്ടുള്ള തന്ത്രങ്ങൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് തന്നെയാണ് ന്യൂസിലാൻഡിന് നിലവിൽ ന്യൂസിലാൻഡ് ടീമിന് ലഭിച്ച ആ ഒരു മൊമെന്റോ അതുപോലെ തന്നെ ആ ഒരു കോൺഫിഡൻസും 2ാം മത്സരത്തിൽ വിജയിച്ച ആ ഒരു കോൺഫിഡൻസ് തീർച്ചയായും അത് ഇന്ത്യക്ക് ഒരു ഭീഷണി തന്നെയാണ്. ആ ഒരു കോൺഫിഡൻസിൽ ന്യൂസിലാൻഡ് കളിച്ചു കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് അല്ല ഈ പറഞ്ഞ പോലെ ജാമിസന്റെ ബോളിംഗ്, പിന്നെ എക്സ്ട്രാ ബൗൺസ് വരെ വരുന്ന ബോളിംഗ്, അപ്പോൾ പിന്നെ മിച്ചലിന്റെ ബാറ്റിംഗ്, ഇത് രണ്ടും ചേരുമ്പോൾ തന്നെ ന്യൂസിലാൻഡിന്റെ ആധിപത്യം ഉണ്ട്. നമ്മൾ ആദ്യ മത്സരത്തിൽ 81 റൺസാണ് മിച്ചൽ എടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. അദ്ദേഹം പ്രകടനം ബാറ്റിങ്ങിൽ പക്കയാണ്. ഈ നമ്മുടെ ബോളിംഗിൽ ഈ പറഞ്ഞ പോലെ തന്നെ കുൽദീപിനും മറ്റവർക്കും എറിഞ്ഞിടാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ ഏറ്റവും കൂടുതൽ മധ്യ ഓവറുകൾ നമ്മൾ അവസരം സൃഷ്ടിക്കുകയാണ് വേണ്ടത്. ഈ പറഞ്ഞ പോലെ റൺഔട്ട് ചാൻസ് മിസ്സാകുന്നു, ക്യാച്ച് മിസ്സാകുന്നു, അതൊക്കെ അർദ്ധാവസരങ്ങൾ മുതലാക്കിയാൽ മാത്രമേ ഇങ്ങനത്തെ ഒരു ന്യൂസിലാൻഡ് ടീമിനെ ഒരു മികച്ച ടീമിനെ ജയം നേടാൻ വേണ്ടി പറ്റൂ. അതിലാണ് നമുക്ക് വീഴ്ച വരുന്നത്. അല്ലാതെ പിന്നെ ഇപ്പം മിച്ചലിനെ നമുക്ക് വീഴ്ത്താൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങൾ അങ്ങനെ മുതലാക്കിയാൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞ പോലെ പിന്നെ ജാമിസൺ പോലെ താരങ്ങളുടെ ബോളിംഗ് ഓപ്ഷനുകൾ വരുന്ന സമയത്ത് അതിനെ കരുതുക എന്നുള്ളത് ഈ പറഞ്ഞാൽ നമ്മളെപ്പോഴും പറഞ്ഞാണ് ഗംഭീർ കൂടുതൽ ബാറ്റിങ്ങിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തോന്നുന്നത്. ഇല്ലെങ്കിൽ മിച്ചലിനെ പോലെ ഒരു താരം 1ാം മത്സരത്തിൽ തന്നെ 81 റൺസ് എടുക്കുമ്പോൾ ഒരു താരത്തിന് ഒരു കൃത്യമായ ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന് നമ്മളിപ്പോൾ തന്നെ പറയുമ്പോൾ കഴിഞ്ഞ 4 മത്സരങ്ങൾ 3 സെഞ്ചുറിന്ന് അങ്ങനെ വരുന്ന ഒരു താരത്തിനെതിരെ ഒരു പ്ലാനും പ്രത്യേകിച്ചൊരു പ്ലാനും ഇല്ലാതെ നമ്മൾ ബോൾ ചെയ്യുന്നു, സാധാരണ പോലെ തന്നെ കിട്ടുമെന്ന് വിചാരിച്ച് നിൽക്കുന്നു. പക്ഷെ ഒന്നും മുതല പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അത് കളി കൊണ്ടുപോകുന്നു. ആ മൊമെന്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് അങ്ങനെയാണ്. 2ാം മത്സരത്തിൽ ജയിച്ചത് നമുക്ക് യാതൊരു ആശങ്കയില്ലാതെ അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ വരുന്നു. പക്ഷേ മത്സരം ടൈറ്റായി കാണുന്നവർക്ക് ആവേശം ഉണ്ടായെന്നൊക്കെ പറയാം. എങ്കിൽ കൂടി മത്സരം ജയിക്കുക, പരമ്പര ജയിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും ആദ്യമേ വരുന്നത്. അപ്പോൾ അതിലേക്ക് നാളത്തെ മത്സരത്തിന് വേണ്ടിയിട്ട് അത് ക്ലിയർ ആയിട്ട് അടുത്ത മത്സരത്തിന് വേണ്ടി ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റിയാൽ, മിച്ചലിനെ പൂട്ടാൻ വേണ്ടി പറ്റിയാൽ ഇന്ത്യക്ക് പ്രതീക്ഷയുണ്ടാകും. അതുപോലെ തന്നെ ബോളിംഗ് നേരിടും ഈ ടോപ്പ് ഓർഡറിൽ നമുക്ക് വരുന്നത്. പക്ഷേ എനിക്ക് ജാമിൻസണായിൽ തന്നെ പിന്നെ ന്യൂസിലൻഡ് ബോളർമാരെല്ലാം മികച്ച രീതിയിൽ പന്തെറിയുന്നുണ്ട്, യാതൊരു സംശയമില്ല. എങ്കിൽ കൂടി നമ്മുടെ ബാറ്റിംഗിൽ ഒരു വിശ്വാസമുണ്ട്, ഒന്നല്ലെങ്കിൽ മറ്റൊരു താരം എന്തായാലും ഉയർന്നു വരുന്നൊരു വിശ്വാസമുണ്ട്. പക്ഷെ അതിനൊപ്പം തന്നെ നമ്മുടെ ബോളിംഗ് വന്നതിലേക്ക് എത്തിയാൽ മാത്രം നമുക്ക് ജയിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഈ 2 താരങ്ങളുടെ കരുത്തിൽ ഉയർത്തുന്ന സ്കോർ മറികടക്കാൻ ന്യൂസിലൻഡിന് എളുപ്പമായിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മളിത് പറയുമ്പോൾ ഈ ഡാരൽ മിച്ചലിനെ പോലുള്ള ഒരു അപകടകാരിയായിട്ടുള്ള ഒരു താരം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മറന്നുകൂടാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള വില്യങ്ങനെ പോലുള്ള താരങ്ങളൊക്കെ വലിയ ഗ്ലെൻ ഫിലിപ്സിനെ പോലുള്ള നല്ലൊരു ബാറ്റിംഗ്, നമുക്ക് ന്യൂസിലാൻഡിന്റെ ബോളിംഗ് നിര പുതുമുഖമാണ് എന്ന് പറയുമ്പോൾ പോലും നല്ലൊരു ബാറ്റിംഗ് ഡെപ്ത് ഈ ന്യൂസിലാൻഡ് ടീമിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ മധ്യ ഓവറുകളിൽ വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ടീമിനെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്ന് ശുഭാൻ ഗിൽ അടക്കം സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിന് ശേഷം. എന്താണ് പ്രശ്നം സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ മധ്യ ഓവറുകളിൽ ഇന്ത്യക്ക് കൃത്യമായി വിക്കറ്റ് വീഴ്ത്താൻ കഴിയണം. എന്താണോ ന്യൂസിലാൻഡ് ഇന്ത്യക്കെതിരെ ചെയ്യുന്നത് അത് ഇന്ത്യക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വലിയ തിരിച്ചടി ഏറ്റുവാങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം ഫീൽഡിങ്ങിൽ ഉള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ശ്രദ്ധകൾ, അതാണ് ഇന്ത്യൻ ടീമിന് ഒരു നെഗറ്റീവ് ആകുന്ന ഒരു ഘടകം. അത് തീർച്ചയായിട്ടും പരിഹരിച്ചേ പറ്റൂ. അങ്ങനെ അത് പരിഹരിക്കേണ്ട ഒരു സാഹചര്യം കൃത്യമായിട്ടുണ്ട്. മാത്രമല്ല സ്പിന്നർമാരുടെ പ്രകടനം കഴിഞ്ഞ മത്സരത്തിൽ 2 സ്പിന്നർമാരും ചേർന്നിട്ട് ഏകദേശം 120 റൺ വഴങ്ങി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിൽ 8 ഓവറിൽ 44 റണ്ണ് ജഡേജ വഴങ്ങി, കുൽദീപ് പിന്നെ ഇപ്പൊ ഓൾറൗണ്ടർമാരുടെ ഒരു പെർഫോമൻസ് വളരെ നിർണായകമാണ്. ഇന്ത്യക്ക് ഹാർദിക്കിനെ അല്ലെങ്കിൽ അക്സറിനെയൊക്കെ പോലുള്ള താരങ്ങളുണ്ട്. പക്ഷെ നിലവിൽ അവർക്ക് T20 ലോകകപ്പ് മറ്റുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വാഷിംഗ്ടൺ സുന്ദറിന് പരിക്കേറ്റിട്ടുണ്ട്. വാഷിംഗ്ടൺ സുന്ദർ ഇപ്പോൾ അടുത്ത ന്യൂസിലാൻഡിനെതിരെ T20 പരമ്പരയിലും കളിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ അത് അത്തരം ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ നിലവിലുള്ള
നിലവിലുള്ള ഓൾറൗണ്ടേഴ്സിന്റെ ഒരു പെർഫോമൻസ്. ഓൾറൗണ്ടേഴ്സ് ഇപ്പോൾ നിലവിലുള്ള നിതീഷും അതുപോലെ തന്നെ ജഡേജയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ വന്നാൽ മാത്രമാണ് ഒരു മത്സരത്തെ വളരെയധികം ഇപ്പൊ ഏതൊരു നമ്മൾ T20 എന്ന് പറയുമ്പോൾ പോലും ഏതൊരു ഫോർമാറ്റിലാണെങ്കിലും രണ്ട് ടീമുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഓൾറൗണ്ടർമാരുടെ ഒരു സാന്നിധ്യമാണ്. മികച്ച ഓൾറൗണ്ടർമാരുള്ള ഒരു ടീം മികച്ച ടീമായിട്ട് മാറുന്നുണ്ട്. കാരണം അവർക്ക് ഓൾറെഡി ഈ പറയുന്ന ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും ഒരുമിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന താരങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പക്ഷെ നിലവിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് അതൊരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഡെത്ത് നമുക്കറിയാം, ഡെത്ത് ഓവറിലെ ഒരു പ്രശ്നം ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലാണ് നമ്മൾ പറഞ്ഞപ്പോൾ ആ രീതിയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ഒരു ഡെത്ത് ഓവറിൽ 2 ഓവറിൽ 14 റൺ വഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളും ഒക്കെ ഒഴിവാക്കണം. ഇപ്പൊ മൂന്നാമത്തെ മത്സരം നടക്കാൻ പോകുന്നത് ഇൻഡോറിലാണ് ഒരു സന്തോഷം ഒരു ആശ്വാസം ഒക്കെ ഉണ്ട് കോഹ്ലിനെ സംബന്ധിച്ച്. അതെ, കോഹ്ലിനെ സംബന്ധിച്ച് തന്റെ അവിടുത്തെ മൈതാനത്തെ ഇതുവരെ ഒരു വലിയ സ്കോർ അല്ലെങ്കിൽ 5 മത്സരങ്ങളിൽ 99 റൺ നേടാൻ കഴിഞ്ഞു എന്നുള്ള ഇത് വരുമ്പോൾ തന്നെ എന്താ പറയാ, ആ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. ഗില്ലിനെ സംബന്ധിച്ച് 2 സെഞ്ചുറി അടിച്ച ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ പോയിട്ട് വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് ബാറ്റ് ചെയ്യേണ്ടതുണ്ട്, നല്ലൊരു സ്കോർ നേടേണ്ടതുണ്ട്. രോഹിത് ശർമ്മക്ക് തന്റെ എന്താ പറയാ ഈ 1ാം സ്ഥാനം നഷ്ടപ്പെട്ട കോഹ്ലിയോടും അതുപോലെ തന്നെ മിച്ചലിന്റെ അടുത്തൊക്കെ പകരം ചോദിച്ച് വീണ്ടും തിരിച്ചു വരേണ്ടതുണ്ട്. പിന്നെ ഇന്ത്യയുടെ ബോളർമാരുടെ ഒരു കാര്യം വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ടീമിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. അർഷ്ദീപിനെ ഇനിയിപ്പോ ഒരു മത്സരം കളിപ്പിക്കുകയോ അത് എന്താണ് സാഹചര്യം പോലെ ഇരിക്കും. കാരണം ഇന്ത്യയുടെ T20 പരമ്പരയിൽ നിർണായകമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് അർഷ്ദീപ്. അപ്പൊ അർഷ്ദീപിന് ഇനിയൊരു മത്സരം കൂടി അവസരം കൊടുക്കുമോ, അല്ലെങ്കിൽ അർഷ്ദീപിനെ വീണ്ടും ഈ എന്താ പറയുക ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവരുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം പ്രസീദിനെ പകരം കൊണ്ടുവരുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ എന്താ അങ്ങനെ ഒരു സാധ്യതയാണ് ടീമിലൊരു ഏക ചേഞ്ച് എന്ന് പറയാനുള്ളൂ. പിന്നെ ഉള്ളത് കൈവിട്ടൊരു കളിയാണ്, ബദോനിനെ അവസരം കൊടുക്കുക എന്നുള്ളൊരു കളിയാണ്. അത് ഇന്ത്യ മുതിരുമോ എന്നുള്ളത് അറിയില്ല. കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ 400-ലധികം റൺ അടിച്ച ഒരുപാട് ഹൈ സ്കോറിംഗ് മാച്ചുകൾ, ഈ പറയുന്ന വിജയങ്ങളെല്ലാം ആധികാരികമാണ്. അതെ, സെവാഗിന്റെ ഡബിൾ സെഞ്ചുറി വന്ന ഒരു ഗ്രൗണ്ടാണ്. സെവാഗ് ഡബിൾ സെഞ്ചുറി അടിച്ചിട്ട് 2 കളിയാണ് ഈ ഗ്രൗണ്ടിൽ കളിച്ചത്. ഒരു കളിയിൽ അതെ 2 നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ നേടിയ വിജയങ്ങളെല്ലാം ആധികാരികമായിരുന്നു. അപ്പൊ ഒരു ആധികാരികമായൊരു വിജയം, ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് കൊടുക്കാൻ ഇന്ത്യക്ക് കഴിയട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. രോഹിത്തും കോഹ്ലിയും ഒക്കെ ഫോമിലേക്ക് എത്തട്ടെ. എന്തായാലും നല്ലൊരു മത്സരം തന്നെ നമുക്ക് കാണാം, ആസ്വദിക്കാം.